റിലിഗുലസ് നേഷൻ. റിലിഗുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിം മഹറിൻ്റെ ഒരു പരിപാടിയുടെ പേരാണ്. റിലീജിയൻ പ്ലസ് റിഡിക്കുലസ് എന്നാണ് അതിൻ്റെ അർത്ഥം. റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ അപഹാസ്യമായത്, മതം. റിലീജിയൻ പ്ലസ് റിഡിക്കുലസ്, റിലിഗുലസ്. സി, നമ്മൾ ഇത്രയും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ മുന്നേറിയിട്ട് വേദകാലഘട്ടത്തിൽ ഇന്ദ്രനെയും സോമരസത്തെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രഗതി ശക്തികളെ ആരാധിക്കുകയും കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതേ തലത്തിൽ നിന്നുകൊണ്ട് എന്താണോ അന്നത്തെ ജനത ചെയ്തത് അതിൻ്റെ റെപ്പറ്റീഷൻ ഇന്നും വേണം എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യവാദം. നമ്മളിതിപ്പോൾ കാണിക്കുന്ന പാരമ്പര്യം എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒന്നാന്തരം അന്ധവിശ്വാസങ്ങളാണ്. ഈ ഒരു ജനതയെ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാം ഇത് BJP-ക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയാം. ഇനി BJP-ക്ക് പകരം വേറെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും ഭരണകക്ഷികളുടെയും എല്ലാ നേതാക്കളെയും അമ്പലം നിരങ്ങിയും ഗുരുദ്വാരകൾ നിരങ്ങിയും പള്ളി നിരങ്ങിയും സമൂഹ പ്രാർത്ഥനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ല നമുക്കിവിടെ വേണ്ടത്. ഇതിൽ നിന്ന് ഒരു മോചനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിന് പാർട്ടി മാറിയതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കുറച്ച് ചിലപ്പോൾ എണ്ണം കുറവായിരിക്കും, പക്ഷേ ദ സെയിം തിങ് വിൽ റിപ്പീറ്റ്. ഇവിടെ തന്നെ അടിസ്ഥാന ജ്യോതിഷിയുണ്ട് കേരളത്തിൽ. ഭൂമി പൂജയുണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്. ഈ മന്ത്രിമന്ദിരങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നതും പുനരുദ്ധാരണം നടത്തുന്നതും എല്ലാം തന്നെ പ്രശ്നം വെച്ച് നോക്കിയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? ബെഞ്ച് ഓഫ് എത്തീസ്റ്റ് എന്നൊക്കെയാണ് പുറത്തൊക്കെ കാണുന്നത്. ഇതിനെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ആർ ദ ഓൺലി ഫോഴ്സ് ഓർ ഓൺലി ഏജൻസ് ഹു ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. അതാണ് പ്രശ്നം. ആൻഡ് വി ആർ ഇൻ മൈനോറിറ്റി, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഇത് കാരണം വെച്ചാൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ തന്നെ പറയുന്ന കാര്യങ്ങൾ, ആർട്ടിക്കിൾ 51AH, ആ രീതിയിലുള്ള ഒരു പരിഷ്കരണം, അതിനൊക്കെ വരുന്നതിനും വലിയ വിഘാതമാണിത്. എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു തിരിച്ചുപോക്കാണിത്. വളരെ അപകടകരമായ അസുഖകരമായ ഒരു തിരിച്ചുപോക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെയാണ് നെഹ്റുവിൻ്റെയൊക്കെ ഒരു മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ നെഹ്റുവിനെ കുറിച്ച് 2 പരിപാടികൾ ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതി നെഹ്റു, പാർട്ട് 1, 2. എന്താണ് നെഹ്റു? നെഹ്റുവിന് അബദ്ധം പറ്റാത്ത നേതാവൊന്നുമല്ല നെഹ്റു. അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പുള്ളിക്ക് സോഷ്യലിസം പോലെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നെഹ്റു കൈപിടിച്ച് നടത്തിയ ഒരു രാജ്യം ഒരു 10-25 വർഷം, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ മതേതരമായി ശാസ്ത്രത്തിൻ്റെ ചിന്തയുടെ വഴിയിൽ സഞ്ചരിച്ചു. പുള്ളി ഒരു പൂർണ്ണ ബിലീവർ ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും ഇത്തരത്തിൽ അങ്ങ് എന്താ പറയുക, അങ്ങ് അർമാദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ആ സത്യത്തിൽ ആ നെഹ്റുവിനെ തന്നെ അവഹേളിക്കലാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പൂജാരിയാവുകയാണ്. അത് ആദ്യമായിട്ടല്ല. രാമക്ഷേത്രത്തിന് തറക്കല്ലിടാനായിട്ടും പ്രധാനമന്ത്രി ഇതേ പരിപാടിയാണ് കാണിച്ചത്. ഞാൻ അന്നും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ശിലാപൂജ, ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാപൂജ സമയത്തും ഇതേ വേഷത്തിലാണ് പുള്ളി വരുന്നത്. ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ചന്ദനവും വാരി കാവിയൊക്കെ എടുത്ത്. ഹീസ് ദ പ്രൈം മിനിസ്റ്റർ, ഹീസ് നോട്ട് ദ പൂജാരി. മുഖ്യ പ്രീസ്റ്റൊന്നും അല്ല. നമ്മളെ രാജ്യം മതരാജ്യവുമല്ല, മതേതര രാജ്യമാണ്. അപ്പം ഇത് എല്ലാവരും എതിർക്കണം. എതിർക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതിനെ എത്ര പേര് എതിർത്തിട്ടുണ്ട്? ഞാൻ ഫേസ്ബുക്കിലൊക്കെ നോക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ BJP-യോടുള്ള എതിർപ്പ് കൊണ്ട് എതിർക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു കസ്റ്റമറി എതിർപ്പ് മാത്രമാണ്. ബേസിക്കലി ഇത് രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും വലിയ തിരിച്ചടിയാണ്, പിന്നോട്ട് പോക്കാണ്, റിഗ്രസീവ് ആണ് എന്നുള്ള രീതിയിൽ ഇതിനെ എതിർക്കുന്ന എത്ര പേരുണ്ട്? അവരാണ് എതിർക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇയാളിത് ചെയ്യത്തില്ല. ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ? ഒരുപാട് പേര് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണാധികാരി അത് ഇട്ടിട്ട് പോകും. കേരളയിലെ കാര്യത്തിൽ സംഭവിച്ചില്ലേ? നല്ലതാണെങ്കിൽ പോലും ഇട്ടിട്ട് പോകും. ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാമെന്ന് കോടതി വിധി വന്നപ്പോൾ അതിനനുകൂലമായിട്ട് ഈ ജനം TV-യുടെ ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിൽ അതിനനുകൂലമായിട്ടായിരുന്നു വാർത്ത വന്നത്. RSSകാർ അതിന് അനുകൂലമായിട്ടാണ് നിന്നത്. പക്ഷേ ജനങ്ങൾക്ക് അതിന് സ്വീകാര്യതയില്ല, ഭൂരിപക്ഷത്തിന് സ്വീകാര്യതയില്ലെന്ന് കണ്ടിട്ട് അവർ താളം മാറ്റി ചവിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഈ ആളുകൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ജനങ്ങളിൽ, സമൂഹത്തിലുള്ള ഒരു രോഗമാണത്. ആ രോഗത്തെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് ഇവരിത് കാണിച്ചു കൂട്ടുന്നത്. അല്ല, ഇതിനെ എതിർക്കുകയും വെറുക്കുകയും ഇതിനെ ട്രോൾ ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, അല്ലെങ്കിൽ അവരാണ് നല്ലൊരു ശക്തിയെങ്കിൽ ഇവരിത് ചെയ്യില്ല. അങ്ങനെ ഒരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാർ ചെയ്തുകൊണ്ടേയിരിക്കും. കാര്യം ബിക്കോസ് ദേ ആർ കേറ്ററിങ് ടു ദ ഗാലറി എന്നേ പറയാൻ പറ്റും.